فقال عمر بن الخطاب رضي الله تعالى عنه عمر بن الخطاب رضي الله تعالى عنه ഉടനെ പറയുകയാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ പദം ഇതാണ്. മുസീബത്ത് ഉണ്ടാകുമ്പോൾ മുഅ്മിൻ ചൊല്ലുന്ന പദമാണല്ലോ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചതാണ്. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون وإنا إليه راجعون. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് മുസീബത്തുണ്ടാകുമ്പോ, വിഷമമുണ്ടാകുമ്പോ, പ്രയാസമുണ്ടാകുമ്പോ അവൻ ചൊല്ലുന്ന പദമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെയാണ് മടക്കമെന്നുള്ള പദം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചൊല്ലുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലി. എന്നിട്ട് മഹാനുഭാവന് പറയുകയാണ് യാ മാശറൽ മുസ്ലിമീൻ യാ മാശറൽ മുസ്ലിമീൻ, അല്ലയോ മുസ്ലിം സമൂഹമേ, ഉശ്ഹിദുകും അന്നി അഹദൈതു ഹായിതി ലിൽ മസാകീൻ. അല്ലയോ മുസ്ലിം സമൂഹമേ, നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാനിതാ പറയുകയാണ് അന്നി അഹദൈതു ഹായിതി ലിൽ മസാകീൻ. ഏതൊരു തോട്ടമാണോ എന്നെ നമസ്കാരത്തിന്റെ ആദ്യ ജമാഅത്തിനെ തൊട്ട് ജോലിയാക്കിയത്, ആ തോട്ടം മുഴുവനും ഞാനിതാ പാവപ്പെട്ടവർക്ക് ഹദിയ നൽകുന്നു. കഫാറതൻ അന്നി. നാളെ പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ, അള്ളാന്റെ കോടതിയിലെത്തുമ്പോ അള്ളാഹു ഒരിക്കലും എന്നോട് ചോദിക്കരുത് എന്തേ ഉമറേ നീ ആ നമസ്കാരത്തിന്റെ ആദ്യ ജമാഅത്ത് ശ്രദ്ധിക്കാഞ്ഞതെന്ന് പടച്ചറപ്പ് ചോദിക്കാതിരിക്കാൻ പ്രായച്ചിത്തമായിട്ട് ഞാൻ നൽകുകയാണ്. എന്നെ ഏതൊരു തോട്ടമാണോ ആദ്യ ജമാഅത്തിനെ തൊട്ട് ജോലിയാക്കിയത്, ആ തോട്ടം മുഴുവൻ ഞാനിതാ പാവപ്പെട്ടവർക്ക് ഹദിയ നൽകുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് ചിന്ത, അതാണ് ചിന്ത. നമ്മൾ ചിന്തിക്കണം. തന്നെ ഏതൊരു നമസ്കാരമാണ് ജോലിയാക്കിയത്, ഏതൊരു തോട്ടം, ആ തോട്ടത്തെ പരിപൂർണമായി കൊടുത്തു പാവപ്പെട്ടവർ. ചരിത്രത്തിൽ കാണാം, പിന്നീട് ഒരിക്കലും മരണം വരെയും മഹാനുഭാവൻ ആ തോട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആർക്ക് വേണമെങ്കിലും ഉപകരിക്കട്ടെ, ആർക്ക് വേണമെങ്കിലും എടുക്കാം. അദ്ദേഹം പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല, തോട്ടത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. ബഹുമാനപ്പെട്ട